മാനവകാരുണ്യ സംഘം ഓണാഘോഷം സംഘടിപ്പിച്ചു. മാനവകാരുണ്യ സംഘം ഓണാഘോഷം സംഘടിപ്പിച്ചു. എടവിലങ്ങ് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ 35 വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന മാനവകാരുണ്യ സംഘം വിധവകൾക്കും നിർധനരായവർക്കും ഓണപ്പുടവ നൽകിയും പച്ചക്കറി കിറ്റ് വിതരണം നൽകിയും ഓണാഘോഷം സംഘടിപ്പിച്ചു. കാര സെന്റ് അൽപന LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. മൈക്കും മറ്റു സാധനങ്ങളും സൗകര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ലൈറ്റായിട്ട് ഈ കാര്യങ്ങൾ പോകും. ഇവിടെ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഓണം എല്ലാവരുടേതുമായിട്ടുള്ളതാണ് ഓണം എന്ന് പറയുന്നത് അല്ലേ. ഒരാൾക്ക് പ്രത്യേകതയില്ല, എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയുന്നതാണ്. ലോകത്തെ മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണം ആഘോഷിക്കുന്നതാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് രസമുള്ള അല്ലേ. ഇപ്പോഴും രസത്തിനൊന്നും കുറവില്ല, പക്ഷെ ഇപ്പൊ വ്യത്യാസം എന്താണ്? ഇപ്പൊ നമ്മൾ ഇല ഇടുമ്പോഴും നമുക്ക് ആളുകൾ നമ്മുടെ മുമ്പിൽ നിന്ന് ചോദിക്കുകയാണ്, 9 കറിയുള്ള ഇല 120 രൂപയ്ക്ക് വേണോ അല്ലെ, 12 കറിയുള്ള ഇല 175 വേണമെന്നൊക്കെ ചോദിക്കുക. വെച്ചാൽ നമ്മൾ പതുക്കെ ഇതൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റമൊക്കെ നമ്മൾ വളർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ചില ആളുകൾക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഓണം ആഘോഷിക്കാനുള്ള കരുത്തില്ലാതെ കൊണ്ട് സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ഓണന്ന് ചെറുതാവും. അങ്ങനെ ഓണന്ന് ചെറുതാവുന്നവരെ സഹായിക്കാനാണ് ആര് മാനവകാരുണ്യ സംഘം ഉള്ളത്. ഓണം അങ്ങനെയല്ല. പ്രശസ്ത സിനിമാ തിരക്കഥാകൃത്ത് KR സുനിലും ജീവകാരുണ്യ പ്രവർത്തകൻ ഹംസ കൊണ്ടാമ്പുള്ളിക്കും ചടങ്ങിൽ ആദരവ് നൽകി. ഈ തീരദേശം പ്രത്യേകിച്ച് കാര എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ഞാൻ കുട്ടിക്കാലം തുടങ്ങി സിനിമ കണ്ട് തുടങ്ങിയത് ഈ മേരിമാതയിലാണ്. അതുമാത്രമല്ല, തീരദേശത്തെ പല അറിവുകൾ, അത് പുസ്തകത്തിൽ നിന്ന് അല്ലാത്ത അറിവുകളുണ്ട്. അതായത് ഒരു ഉദാഹരണം പറയാം. ഞാൻ ടൈസൺ മാഷൊക്കെ അടക്കം വളരെ സജീവമായിരുന്ന ശാസ്ത്രീയ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ. അപ്പോൾ സോപ്പ് സർവേ എന്ന് പറഞ്ഞിട്ട് സോപ്പിലെ TFM, അതായത് അതിൻ്റെ ഫാറ്റ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാവർക്കും അതിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടി പോയപ്പോൾ ഞാനും കൂടെ പോയി. അപ്പോൾ ഓരോ വീടുകളിൽ ചെന്നിട്ട് സോപ്പിൻ്റെ TFM അതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് വിവരിക്കുകയായിരുന്നു. അപ്പോൾ തീരദേശത്തെ വീടുകൾ, കടലിനടുത്തുള്ള ഓരോ വീടുകളിലും പോയപ്പോൾ ഒരു വീട്ടിൽ അവർ പറഞ്ഞു, മോനെ ഞങ്ങൾ സോപ്പ് ഓണത്തിന് മാത്രം വാങ്ങിക്കുള്ളൂ, വാസന സോപ്പ്. അതെന്നെ സംബന്ധിച്ചൊരു ഭയങ്കര അറിവായിരുന്നു. തീരദേശത്തെ മനുഷ്യർ നമ്മളെന്നും ഉപയോഗിക്കുന്ന സോപ്പ് തീരദേശത്തെ അക്കാലത്ത് ഓണത്തിന് മാത്രം ഉണ്ടാവുന്ന ഒരു ലക്ഷറി ആയിട്ടുള്ള സംഭവമാണ്. മാനവകാരുണ്യ സംഘം സെക്രട്ടറി താരജ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനവകാരുണ്യ സംഘം ട്രഷറർ MS വിനയൻ നന്ദി പറഞ്ഞു.